ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചാ നിനക്കെന്ത് കിട്ടാനാ? നമ്മളൊക്കെ പലരുടെയും ചരിത്രം ഞാനും നിങ്ങളും വായിക്കാറുണ്ട്. പക്ഷേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെറിയ ജീവിത ചരിത്രമെങ്കിലും വായിച്ച എത്ര പേരുണ്ട്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വായിച്ച ആരെങ്കിലും ഉണ്ടോപ്പാ? ഇനിയുണ്ടാരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നാ ആവശ്യമില്ലാത്ത എല്ലാം നമ്മൾ വായിക്കും അല്ലേ ഷാജിനെ? വേറെ ഒരുപാട് മഹാന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കും. നിങ്ങളൊക്കെ തന്നെ പള്ളിയുടെ നിയമാവലി എത്ര വട്ടം വായിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇപ്പം അതാണല്ലോ ഇപ്പം അവർക്ക് പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്. ആ ചങ്ങാതി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചോദിച്ചാൽ ആ ചങ്ങാതി പറയും. നമ്മളിതൊക്കെ വായിച്ചിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? എന്ത് പ്രതിഫലം? മഹാന്മാര് പറയുകയാ, ആരെങ്കിലും മുത്തുനബിയുടെ ജീവിത ചരിത്രം വായിച്ചാൽ ജീവിച്ചിരുന്നപ്പോ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചാൽ പ്രവാചകന് ജീവിച്ചിരുന്നപ്പോ ആ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാ മുത്തുനബിയുടെ ചരിത്രം വായിക്കുന്നത്. അത്രയും പ്രതിഫലമാ സഹോദരങ്ങളെ. നമ്മളോട് ആരെങ്കിലും ഒരു മുസ്ലിമായ ഒരാള് ചോദിക്ക, ഈ മുഹമ്മദ് നബി ആരാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ച ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് എന്തെങ്കിലും പറയാറിയാവോ? ഒരാള് ചോദിക്കാം മുത്തുനബിയെ കുറിച്ച് നമ്മളോട് ചോദിച്ചാൽ ആ പ്രവാചകനെ കുറിച്ച് ആ റസൂലുള്ള ആരാണെന്ന് ഒരു 5 മിനിറ്റിൽ കൂടുതൽ വഴുതു പറയാൻ നമ്മളെ കൊണ്ട് കഴിയോ? നമ്മൾ ഇന്ന് തപ്പാ നമ്മളാ മുസ്ലിമീങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്കിൽ ആരാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ആരാ? അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കണം. ആ പ്രവാചകന്റെ മഹത്വം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത മഹത്വം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെടുത്ത് നോക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം എല്ലാവർക്കും അറിയാം. ഇബ്ലീസ് പോയിട്ട് ആദ്യം ആദം നബിയുടെ മുന്നിൽ പോയി. ഒരു പണിയും നടക്കത്തില്ല, ആദം നബിയുടെ മുന്നിൽ പോയിട്ട് കാര്യമില്ല എന്ന് ഇബ്ലീസിന് അറിയാം. അവസാനം ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് പോയിട്ട് അവിടെ നിന്ന് പണി തുടങ്ങി. അതാണ് വീട്ടില് ഭാര്യമാരിലൂടെയാണ് പല തെറ്റുകളും ഭർത്താക്കന്മാര് ചെയ്യുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇല്ലേ? ആരാപ്പ ലോൺ എടുപ്പിച്ചതിനെ കൊണ്ട്? എടാ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വീട് ഒന്നുമില്ല, പായിപ്പാട് ഇങ്ങനെ നടക്ക, ഒരു 5 സെന്റ് എവിടെ ഇല്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു 5 സെന്റ് വസ്തു കിട്ടി. പിന്നെ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട് വേണം. ആരുടെ മുന്നിലും കൈനീട്ടാതെ, ഹറാമൊന്നും ഉണ്ടാക്കാതെ, പലിശ കച്ചവടം നടത്താതെ ആ 5 സെന്റിനകത്തൊരു തറ കെട്ടി. അൽഹംദുലില്ലാ, റാഹത്തായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുറേ നാളിങ്ങനെ കൂട്ടി വെച്ചു. അൽഹംദുലില്ലാ, 3-4 വർഷമായപ്പോഴത്തേക്ക് അത് മുകളിലേക്ക് എത്തി വാർത്ത് കഴിഞ്ഞു. വാർപ്പ് കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. അപ്പൊ പെണ്ണുമ്പിള്ള പറയും, ഇക്ക, ആ അടുക്കളയും ആ ബാത്റൂമും ഒരു റൂമും ടൈലിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് നേരെയാക്കി ഒരു വാതിലിട്ട് എന്നാൽ ഞാൻ കയറി കിടന്നോളാം. അപ്പൊ പറയാം, ആമിന, പൈസ ഇല്ല, ലോൺ എടുക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാ. അപ്പൊ ഭാര്യ പറയുന്ന മറുപടി എന്ത്? ലോൺ എടുക്കുക. എന്നാ ചിന്തിക്കണം, അല്ലാ ഒന്നുമില്ലാത്ത എനിക്ക് ഇത്രയും തന്ന അള്ളാഹിക്ക് ഒരല്പം ക്ഷമിച്ച ഇതുകൂടെ നേരെയാക്കി തരാമെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ പോയി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉടനെ പോയിട്ട് ലോൺ എടുക്കും, അല്ലെങ്കിൽ പലിശയ്ക്ക് എടുക്കും, അല്ലെങ്കിൽ കൊണ്ടു പണയം വെച്ച് കുറെ വാങ്ങും. എന്തിനാ ചങ്ങാതി പണയം വിൽക്കണേ? കൊണ്ട് വിറ്റേരെ, പൈസ ഉള്ളപ്പം പേടിക്കാമല്ലോ. പണയം വെക്കുന്നതിനേക്കാളും കാശല്ലേ വിറ്റ. ഇതങ്ങനല്ല, കൊണ്ട് ഹറാമ്. അങ്ങനെ പലിശയ്ക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കും. എന്നിട്ട് അതിനകത്ത് കിടന്നിട്ട് തഹജ്ജുദ് നിസ്കാരം, ദുആ. ഉസ്താദേ, അല്ലാഹ് എൻ്റെ ദുആ സ്വീകരിക്കുന്നില്ല, നമ്മളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ദഹിച്ചില്ല എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്. പലർക്കും അങ്ങോട്ട് പിടിച്ചില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് പിന്നെ എങ്ങനെ കിട്ടും ഉസ്താദ്? പിന്നെ ഉസ്താദ് പറയണ പോലെ ഉസ്താദ് എന്നാ കുറച്ചതാ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ വാപ്പായ്ക്ക് ഇതൊക്കെ ഉണ്ടായിട്ടാ വാപ്പ പെണ്ണും കെട്ടി നല്ല ജീവിച്ചത്? പലിശക്ക് എടുത്തിട്ടാ വാപ്പ വീട് വെച്ചത്? ഇന്ന് ചെറുപ്പക്കാര് പെണ്ണ് കെട്ടണമെങ്കിൽ തന്നെ വീട് വേണം, എങ്കിലേ കെട്ടത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവാണ് ഈ സർവ്വ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളെ സഹായിച്ചോളും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എൻ്റെ വൈഫിൻ്റെ വാപ്പ സുഖമില്ലാതെ ICU കിടക്കുക. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം.
എൻ്റെ വൈഫിൻ്റെ വാപ്പ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വളരെ പ്രയാസപ്പെട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരാളോട് പറഞ്ഞു, ഞാൻ ജോലി ചെയ്ത പള്ളിയിലെ കമ്മിറ്റിക്കാർ കാണാൻ വന്നപ്പം പറഞ്ഞു, എൻ്റെ മോക്കൊരു വീട് വെച്ച് കാണാൻ വലിയ ആഗ്രഹമുണ്ടെന്ന് മരിക്കുന്നതിന് മുമ്പ്. കാരണം അത്രയും അവസ്ഥയിൽ അന്ന് കിടന്ന് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും വിചാരിച്ചു ഇപ്പം കൊണ്ടുവരുന്ന ആംബുലൻസ്. എനിക്ക് തോന്നുന്നു ഏകദേശം അദ്ദേഹത്തിൻ്റെ കൂടെ ഡയാലിസിസ് ചെയ്യണ എല്ലാവരും പോയി. 2 ആഴ്ച മുമ്പ് ഞാനിങ്ങനെ ഡയാലിസിന് പോയപ്പോൾ ഒരു ചേട്ടനെയും ചേച്ചിയും കണ്ടു. ചിരിക്കണ മുഖത്തോടെ കണ്ടു. 2-3 ദിവസം മുമ്പ് പോയപ്പോൾ പറഞ്ഞ് 2 എണ്ണം കൂടെ പോയെന്ന്, 2ഉം തൂങ്ങിയെന്ന് പോയി. അരിശയ്ക്ക് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയും. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കൂടെ കിടക്കണ ആൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരിച്ച്. അപ്പോഴിറങ്ങുമ്പോൾ നമുക്ക് ടെൻഷനാ, സ്വാഭാവികമായിട്ട് ഈ രോഗമാകുമ്പോൾ ടെൻഷൻ. അപ്പോൾ ഇറങ്ങിയിട്ട് പറയും, ആ വീട്ടിൽ ഒന്ന് പോകണ്ടേന്ന്, മരിച്ച വീട്ടിലൊന്ന് പോകണ്ടേന്ന്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലെ, ഈമാനുള്ള മനുഷ്യനാണ്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് വരും. ഇപ്പോൾ ഏകദേശം ഒരു 5 എണ്ണം കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ 5 അറ്റാക്ക്. അപ്പോൾ ആശുപത്രി പോണ കാര്യം പറയും, ഒന്നുമില്ല, പോയിട്ട് അള്ളാഹു ഉണ്ടല്ലോ, സമയമാകുമ്പോൾ പോകുന്നതാണ് പറയുന്നത്. അതാണ് സഹോദരങ്ങളെ വലിയ കാര്യം. ഇന്നലെയും എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ ഒരു കുട്ടിയുടെ വൈഫിൻ്റെ ബാപ്പ, അതൊക്കെ ഇങ്ങനെ ഞാൻ കാണാൻ പോയിരുന്നു. എന്തോ വലിയ അസുഖമായിരുന്നു. ഇതിങ്ങനെ പറയും, അള്ളാഹുവേ റബീഉൽ അവ്വൽ മാസത്തിൽ മരിപ്പിക്കണേ അല്ല, മരിപ്പിക്കണേ അല്ല. റബീഉൽ അവ്വൽ 12 ഇന്നലെ മഗ്‌രിബിനാണ് ഖബറടക്കിയത്. അള്ളാഹു ഖബറിനെ സ്വർഗ്ഗാക്കി കൊടുക്കുമാറാകട്ടെ. അതാ മനുഷ്യന്മാർ, അവർക്കൊക്കെ അതാ ഈമാൻ. അള്ളാഹു നമുക്ക് ആ ഈമാൻ ഇല്ലല്ലോ, നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇങ്ങനെ വീട് വെക്കണ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ആകെ ഉണ്ട് 1,13,000 രൂപ ആകെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മിയും പറഞ്ഞ് വീട് വെക്കാനിറങ്ങി. ഇന്നെനിക്ക് ആരുടെ മുന്നിലും നെഞ്ചു വിരിച്ചു പറയാ, ഞാൻ ആരുടെ മുന്നിലും പോയി പിരിവെടുത്തിട്ടല്ല വീട് വെച്ചേ. ആരുടെ മുന്നിലും പോയി പിരിവെടുത്തില്ല. ഒരു 5 നയാ പൈസ പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശയുമായി ബന്ധപ്പെട്ട ഒരു 5 നയാ പൈസ പോലും ഇല്ല. അത് എങ്ങനെ വെച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ നമ്മളെ പല സമയത്തും പൈസയുടെ അത്യാവശ്യം വന്നപ്പോൾ ചോദിച്ചു, എന്നാ പിന്നെ ആ സ്വർണം കൊണ്ടൊന്ന് വെച്ചുകൂടെയെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ മദ്ഹ് പറഞ്ഞതല്ലപ്പാ, അള്ളാഹുവിലേക്ക് വിശ്വാസം വെച്ചു കഴിഞ്ഞാൽ റബ്ബിന് എന്താ പറ്റാത്തത്, എന്തും ചെയ്തു തരും അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോടൊരു പിഴവ് സംഭവിച്ചു പോയല്ലോ. അത് പിഴവാണെന്നൊന്നും പറയാൻ കഴിയില്ല, കാരണം അള്ളാഹല്ലേ എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കണേ. എൻ്റെ പ്രിയപ്പെട്ട